അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുൽ അസീസ് സിന്ധി ഹഫിളഹുള്ളയുടെ മറാഖി അൽ വഈ എന്ന ഏറെ പ്രസക്തമായൊരു ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു പഠന പരമ്പരയിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സമകാലീന സാഹചര്യമെന്ന് പറയുന്നത് വിവിധങ്ങളായ ആശയങ്ങളും ആ ആശയങ്ങൾക്കിടയിൽ തർക്കങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ്. വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടമെന്നൊക്കെ ആളുകൾ ഓമനപ്പേരിട്ട് വിളിക്കുമെങ്കിലും ഏതൊരു വിഷയത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ക്ലിക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ ഇതിനൊരു വെല്ലുവിളിയും കൂടി ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരു ക്ലിക്കിൽ നമുക്ക് ലഭിക്കുന്ന വിവിധങ്ങളായ വിവരങ്ങൾ, ആ വിവരങ്ങൾ ശരിയാണോ വിശ്വാസയോഗ്യമാണോ എന്ന് പരിശോധിച്ചറിയാൻ എന്ത് ചെയ്യുമെന്നുള്ളത് ഇന്നൊരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. തെറ്റായതും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ വിവരങ്ങൾ വിവിധ സ്രോതസ്സുകളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യങ്ങളിൽ നിന്ന് നെല്ലും പതിരും വേർതിരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഇന്ന് വ്യാപകമാണല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ പ്ലാറ്റ്ഫോമിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അത് പലപ്പോഴും നമ്മളുടെയൊക്കെ ചിന്ത എത്തിച്ചേർന്നിട്ടില്ലാത്ത, നമ്മൾ ആലോചിച്ചിട്ടില്ലാത്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് വിശ്വാസരംഗത്ത്, അതുപോലെ നിലപാടുകൾ എടുക്കുന്ന രംഗത്ത്, ആദർശ രംഗത്തൊക്കെ പല സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിത്തീരുന്നു എന്നതും ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യവും അസത്യവും അവ്യക്തമായി തോന്നുന്ന, അവക്കിടയിലുള്ള ശുബഹത്തുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൃത്യമായ അവബോധത്തോടെയും വിശകലന പാടവത്തോടെയും കൂടി കാര്യങ്ങളെ അഭിമുഖീകരിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും പല ചർച്ചകൾ നമ്മൾ കാണാറുണ്ട്, സംവാദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അവിടെ ചിലപ്പോൾ ചില ആളുകളുടെ വാക്ചാരുതയിലോ ഒരു കാര്യങ്ങൾ അവർ വൈകാരികമായി കൊണ്ടുവരുന്നതിലോ, അതുപോലെ മറ്റുള്ളവരുടെ ന്യൂനതകൾ എടുത്തു പറഞ്ഞ് എതിരെ സംസാരിക്കുന്ന വ്യക്തിയെ കീഴ്പ്പെടുത്തുക തുടങ്ങി പല മാർഗങ്ങളിൽ സദസ്സിൻ്റെ ഒരു പിൻബലം, സപ്പോർട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളുടെ ചിന്ത തെറ്റിപ്പോകാതിരിക്കാൻ, ഇത്തരം അബദ്ധങ്ങളിൽ നമ്മൾ ചെന്നു ചാടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മസാലിക് ഫി തഫ്കീർ, അതായത് ആളുകൾ കാര്യങ്ങളെ ചിന്തിക്കുന്ന രംഗത്ത് അവർക്ക് സംഭവിക്കുന്ന തെറ്റുകൾ, അബദ്ധങ്ങൾ എന്നുള്ളതാണ് ഷെയ്ഖ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് നൽകിയ തലവാചകം എന്നുള്ളത്. പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത്. ഒന്ന്, ഇസ്ലാമിനെ വിമർശിക്കുന്നവരും അതുപോലെ യുക്തിവാദത്തിൻ്റെ വക്താക്കളുമൊക്കെയായി സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്ന ആളുകൾ, അവരുടെയൊക്കെ സംസാരങ്ങളിൽ അവർ ഉദ്ദേശിക്കുന്ന വാദത്തെ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ചില ഫാലസികളുണ്ട്. ലോജിക്കൽ ഫാലസി എന്നൊക്കെ പറയും. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ടത് വിശദീകരിക്കാം.
ആ വാദങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും അത് ന്യായമല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിൽ അവർ ഉപയോഗിക്കുന്ന ചില ന്യായ വൈകല്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. രണ്ടാമത്തേത്, പല കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണില്ലേ. എല്ലാം നമ്മുടെ മനസ്സിലേക്ക് എത്തും. ഒരു 4-5 വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പോയാൽ, ഫേസ്ബുക്കിലൂടെ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്തു പോയാൽ, ഏതൊരു സോഷ്യൽ മീഡിയയിൽ കുറച്ച് സമയം ചെലവഴിച്ചാൽ കുറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ധാരാളം അറിവുകളുണ്ട്, വിജ്ഞാനങ്ങളുണ്ട്. ഇവയിൽ ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാൻ നാം പാലിക്കേണ്ടുന്ന ചില അടിസ്ഥാന നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് രണ്ടാമത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മൂന്നാമത്തേത്, ഈയൊക്കെ ചർച്ചയുടെ ഒരു മർമ്മം എന്ന് പറയുന്നത് മതരംഗത്ത് പിഴച്ചു പോകാതിരിക്കുക എന്നുള്ളതല്ലോ. പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്നത് നമ്മളൊക്കെ സ്വപ്നമാണ്. മരണം വരെ ആ ഒരു സബാത്ത് ലഭിക്കാൻ, ദീനിൽ ഒരു നിലനിൽക്കാൻ, ഭാഗ്യം ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതുമാണ് ഇൻഷാ അല്ലാഹ് മൂന്നാമത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. ഒന്ന്, ലോജിക്കൽ ഫാലസി. അതായത് പലപ്പോഴും നമ്മളൊക്കെ ചില സംവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ, അതിൽ സംവാദകരുടെ സംസാരം കേട്ട് നമ്മളൊക്കെ ഭയങ്കര സംഭവമാണല്ലോ ആൾ പറയുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെ ചില കാര്യങ്ങളെങ്കിലും ഒന്നും കൂടി വൈകാരികമായിട്ടല്ലാതെ നമ്മൾ സമീപിച്ചാൽ പലപ്പോഴും അവർ പറയുന്നത് അബദ്ധമാണ് നമുക്ക് ബോധ്യപ്പെടും. ചിലപ്പോഴെങ്കിലും നമ്മുടെ വികാരത്തെ ഇളക്കുന്ന, നമ്മുടെ മനസ്സിലെ വിവിധങ്ങളായ ചിന്തകളെ ഇളക്കി വിടുന്ന രൂപത്തിൽ കാര്യങ്ങളെ സ്ഥാപിക്കാൻ ആളുകൾ ശ്രമിക്കും. ഇത്തരത്തിൽ ഒരു സംസാരം കേൾക്കുമ്പോൾ ആ വ്യക്തിയോട് താൻ ഉന്നയിക്കുന്ന വാദം സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ചില തെളിവുകൾ, അത് തെളിവുകളാണ് എന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ അത് തെളിവല്ല. ഇതാണ് ലോജിക്കൽ ഫാലസി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ ന്യായ വൈകല്യങ്ങൾ എന്നാണ് പറയുക. അതായത് തെറ്റിദ്ധരിപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ അടിസ്ഥാനരഹിതവുമായ വാദങ്ങൾ തെളിവുകൾ എന്ന നിലയ്ക്ക് കൊണ്ടുവന്ന് താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ സമർത്ഥിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശം. പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ കാണുമ്പോൾ, ഇപ്പോൾ ചാനൽ ചർച്ചകളൊക്കെ ശ്രദ്ധിക്കുമ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ, സംസാരങ്ങൾ ആൾ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ മതപരമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പൊതുവിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു 8 തരം ഫാലസികൾ, ലോജിക്കൽ ഫാലസികളാണ് ഇൻഷാ അല്ലാഹ് ഒന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാണ് അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ചർച്ച നടക്കുകയാണ്, രണ്ടാൾക്കിടയിൽ ഒരു വിഷയത്തിൽ ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ ഒരാൾ പറഞ്ഞ വാദം, അതിനെ ഗണ്ണിക്കാൻ നമ്മളെ കയ്യിൽ തെളിവൊന്നുമില്ല. ഞങ്ങളൊരു വിഷയം പറഞ്ഞു, അതിനെ ഗണ്ണിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവില്ലാതെ വരുമ്പോൾ സംസാരിക്കുന്ന വ്യക്തിയുടെ വൈകാരികതയെ ഇളക്കി വിടുന്ന രൂപത്തിൽ പരാമർശങ്ങൾ നടത്തി അങ്ങനെ കേൾവിക്കാർക്കിടയിൽ സ്വീകാര്യം നേടാൻ ശ്രമിക്കുന്നതിനാണ് അപ്പീൽ ടു ഇമോഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ നമുക്കൊക്കെ ചില കാര്യങ്ങൾ പേടിയുണ്ടാവും. ചിലത് നമുക്കെല്ലാം ഇഷ്ടമുള്ളതായിരിക്കും, ചിലത് നമ്മെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഈ ഫീലിങ്സുകളെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന രൂപത്തിൽ സംസാരം നടത്തുക. അപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു പരീക്ഷ കഴിഞ്ഞ് ആൻസർ ഷീറ്റുമായി അധ്യാപകൻ്റെ അടുത്തേക്ക് ഒരു വിദ്യാർത്ഥി വരികയാണ്. സാറേ, ഞാനത് കുറേ എഴുതിയിട്ടുണ്ടല്ലോ, 2 പേജ് എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് മാർക്ക് തരണം. ഇവിടെ ആ വിദ്യാർത്ഥി എന്താണ് അധ്യാപകനോട് ആവശ്യപ്പെടുന്നത്? ഞാൻ ശരി ഉത്തരം എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് മാർക്ക് തരണം എന്നാണോ? അല്ലല്ലോ. മറിച്ച് എന്താ, ഞാൻ ഒരുപാട് അധ്വാനിച്ചു, ആ അധ്വാനിച്ച വകവെക്കണം എന്നാണ്. അപ്പോൾ നമ്മുടെ ഇമോഷനെയാണ് എന്ത് ചെയ്യണത് അവിടെ ഉപയോഗിക്കുന്നത്. ഇത് പലപ്പോഴും ആളുകളുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ചില വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നിടത്തത് ഉപയോഗിക്കും. ആളുകൾ പറയും, നല്ല ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ അതോ ഉപയോഗിക്കും കേട്ടോ, നാട്ടിൽ മാന്യന്മാരായ ആൾക്കാരൊക്കെ ഈ വസ്തു ഉപയോഗിക്കാറുണ്ട്, അപ്പം നിങ്ങളെ പോലുള്ളവരൊക്കെ അത് പൊതുവെ ഉപയോഗിക്കണമെന്ന് പറയും. അപ്പം ശരിക്കും നമ്മളൊരു വസ്തു എങ്ങനെ വിൽക്കണ്ട്, ആ വസ്തുവിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇവിടെ ഒരു വിൽക്കണം. എന്ത് പറഞ്ഞിട്ടാ? ഈ സംസാരിക്കപ്പെടുന്ന, അതായത് വാങ്ങാൻ വരുന്ന കസ്റ്റമറുടെ അഭിമാനബോധത്തെയാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. ഈ രൂപത്തിൽ കാര്യങ്ങളെ സമീപിക്കുന്നതിനാണ് അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയുക. അപ്പോൾ മതരംഗത്ത്, മതപരമായ ചർച്ചകളിലും അത്തരം വിമർശകർ ഈ ഒരു വാദം ഉപയോഗിക്കുന്നതിന് ഉദാഹരണം പറയാം. ചില ആളുകളെങ്കിലും പറയും, ഇതൊക്കെ ഒരുപാട് പഠിച്ചതല്ലേ, നല്ല ബുദ്ധിയൊക്കെ ഉള്ള, വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഒരുപാടുള്ള ആളല്ലേ, പിന്നെ ഇങ്ങനെ മതങ്ങളുടെ പിന്നാലെ പോകണോ?
ശരിക്കും അതല്ലല്ലോ അവിടെ പറയേണ്ടത്. മതത്തിന് എന്താ പ്രശ്നം വെച്ചെങ്കിൽ അതല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, അതിനല്ലേ തെളിവ് സ്ഥാപിക്കേണ്ടത്. ഇവിടെ ഈ മനുഷ്യൻ്റെ നീയൊരു ബുദ്ധിമാനാണ്, ബുദ്ധിമാന്മാർ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അയാളുടെ ഇമോഷനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ഇന്നിപ്പോൾ നോക്ക്, സമൂഹത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? മതമുള്ളതുകൊണ്ടാണ്. മതമില്ലെങ്കിൽ ആളുകൾക്ക് ഒന്നായി ജീവിക്കാൻ പറ്റും. പൊതുവെ ആൾക്കാർക്ക് ഐക്യം, ഒന്നായി ജീവിക്കാനുള്ള നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇമോഷൻ എന്ത് ചെയ്യാണ്, അവിടെ ഉപയോഗിക്കുകയാണ്. ഇത്തരത്തിൽ വൈകാരികമായി വാദങ്ങളെ ഉയർത്തി ഇസ്ലാമിനെതിരെയും മറ്റുമൊക്കെ ശബ്ദിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് കേട്ടോ. മതത്തിൻ്റെ ഉള്ളിൽ തന്നെ ചില അതിവാദങ്ങൾ കൊണ്ടുവരുന്ന, തീവ്രവാദപരമായ വാദങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ പൊതുവെ ഈ ഒരു ഫാലസി ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ചില അടിച്ചമർത്തലുകളൊക്കെ മുൻനിർത്തിയിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് നമ്മളുടെ വൈകാരികതയെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. ഇതൊക്കെ ഈ ഒരു ഫാലസിയുടെ പ്രശ്നമാണ്. രണ്ടാമത്, ഇത്തരം ചർച്ചകളിലൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഫാലസിയാണ് റെഡ് ഹെറിങ് എന്ന് പറയുന്ന ഒരു ഫാലസി. ചില പദങ്ങൾ ഒരുപക്ഷെ പുതുമയുള്ള പദമായിരിക്കാം, എന്നാലും അതിൻ്റെ വിശദാംശങ്ങൾ കേൾക്കുമ്പോൾ ഒരു അവ്യക്തത നമുക്ക് മനസ്സിലാവും. എന്താണ് റെഡ് ഹെറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരാളൊരു വാദം ഉന്നയിക്കണു, അതിന് മറുപടി പറയേണ്ടത് എങ്ങനെ? തെളിവുകൊണ്ടല്ലേ. അതിൻ്റെ തെളിവുകൾ ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആ വിഷയത്തെ ഗണ്ണിക്കാൻ നമുക്ക് സാധിക്കേണ്ടത് അല്ലേ. ഇവിടെ അങ്ങനെ തെളിവുകൾ ഉന്നയിച്ചുകൊണ്ട് ഗണ്ണിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ സംസാരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുക അറിയോ, മെല്ലെ വിഷയം ടെസ്റ്റ് ചെയ്യുക, വേറെ വിഷയത്തിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ചർച്ചയെ എടുത്തു മാറ്റുന്ന രൂപം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാളുടെ പറയാണ് കള്ളു കുടിക്കരുത് കേട്ടോ, അല്ലെങ്കിൽ പുക വലിക്കരുത് എന്ന് പറയാം. അപ്പോൾ ഇയാൾ എന്താ പറയേണ്ടത്? ശരി, പുകവലി നല്ല എന്നല്ല ഇയാൾ തിരിച്ച് സ്ഥാപിക്കേണ്ടത്. അപ്പോൾ ഇയാൾ പറയണേ അങ്ങനെയല്ല, എൻ്റെ കുടുംബത്തിൽ ഇന്ന ആൾ പുകവലിക്കണ്ടല്ലോ. അപ്പം എന്തായി? ഇയാൾ പറയണ വിഷയം കുടുംബത്തിലെ ആ മറ്റേ വ്യക്തി പുകവലിക്കണമല്ല ഇവിടെ ചർച്ച. ഇതാരെയാണോ ഉപദേശിക്കുന്നത് അയാൾ ചെയ്യുന്ന തെറ്റ് തിരുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യാണ്, ആ വിഷയത്തിൽ നിന്ന് മാറ്റി മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ തൗഹീദുമായി ബന്ധപ്പെട്ട, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആളുകൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന ഒന്ന് പരിശോധിച്ച് നോക്ക്, അതുപോലെ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് നോക്ക്, നിങ്ങൾക്ക് അള്ളാനെ ബോധ്യപ്പെടുന്നൊക്കെ ഒരു യുക്തിവാദിയോട് പറയുമ്പോൾ അങ്ങനെ സംസാരം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവും ഒരിടക്ക് വിഷയം മാറ്റണം. ശരി, ഇവിടെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവണില്ലേ, ഭൂമിയിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവണില്ലേ, അപ്പോൾ അതുണ്ടാവുമോ? നമ്മുടെ വിഷയം അതല്ലല്ലോ. മനുഷ്യ സൃഷ്ടിപ്പ് അള്ളാഹുവിനെ അറിയിക്കുന്നു, പ്രപഞ്ചത്തിൻ്റെ ഘടന അള്ളാഹു എന്ന സൃഷ്ടാവിനെ അറിയിക്കുന്നു നമ്മുടെ വിഷയം. അതിന് മെല്ലെ വിഷയം മാറ്റിയിട്ട് ഈ ലോകത്ത് അപകടങ്ങൾ ഉണ്ടാവണില്ല എന്നുള്ളതിലേക്ക് എന്ത് ചെയ്തു, വിഷയത്തെ തിരിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു. ഇതിനെയാണ് റെഡ് ഹെറിങ് ഫാലസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംസാരങ്ങളിൽ ആളുകൾ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഒന്നാണ് സർക്കുലർ റീസണിങ് എന്ന് പറയും. അതായത് ഒരാളൊരു വാദം ഉന്നയിക്കുകയാണ്, ഒരു വിഷയത്തിൽ ഒരു വാദം ഉന്നയിക്കുകയാണ്, തെളിവ് എന്താ ചോദിച്ചപ്പോൾ അതാ വാദം തന്നെ, ആ വാദം തന്നെയാണ് തെളിവ് എന്ന് പറയും. ഉദാഹരണം പറയാം, ഇപ്പോൾ നമ്മൾ ഒരാളുടെ വീട് എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ സെയ്ദ് പറഞ്ഞ ഒരാളുടെ വീട് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു, ശരി നിങ്ങളുടെ വീട് എവിടെ? ഞാൻ പറഞ്ഞു സെയ്ദിൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇവിടെ ഇപ്പം എന്താ തെളിവ്? ഇവിടെ ആ വിഷയത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കൊണ്ടുപോയില്ലേ. ഈ രൂപത്തിൽ ചില വാദഗതികൾ ആളുകൾ ഉന്നയിക്കുന്നത് കാണാൻ പറ്റും. പരിണാമ സിദ്ധാന്തം അതൊരു സംഭവമാണ്, ഒരു യാഥാർത്ഥ്യമാണെന്നൊക്കെ പറയുന്നവരോട് എന്നെ തെളിവ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ പറയും അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ള തന്നെയാണ് തെളിവ്, വേറെ തെളിവൊന്നും അവർക്ക് ഉന്നയിക്കാൻ പറ്റണില്ല, അതിന് തെളിവെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ രൂപത്തിൽ സംസാരത്തിൽ പിടിച്ചു നിൽക്കാൻ ആളുകൾ ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും. മറ്റൊന്നാണ് സ്ട്രോമാൻ ഫാലസി എന്ന് പറയും. അതായത് ഒരാൾ ഉന്നയിക്കുന്നൊരു വാദത്തെ ഗണ്ണിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അയാൾ പറഞ്ഞ വാദത്തെ എനിക്ക് മറുപടി പറയേണ്ട വാദമാക്കി എന്ത് ചെയ്യുക, വളച്ചൊടിക്കുക. എനിക്കറിയണ ഒരു ഉത്തരം ഉണ്ടാവും, ആ ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യുക, അയാൾ പറഞ്ഞ കാര്യത്തെ കൊണ്ടെത്തിച്ചിട്ട് അതിനെന്ത് ചെയ്യുക, മറുപടി പറഞ്ഞു എന്ന് വരുത്തുക. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു മനുഷ്യനോട് നമ്മളിങ്ങനെ ഉപദേശിക്കുകയാണ്, ഇസ്ലാമിക നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കണം കേട്ടോ, ശരീഅത്തിൻ്റെ ശിഗാറുകൾ അടയാളങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അയാൾ തിരിച്ചു പറയാണ്, അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആ പഴയ നൂറ്റാണ്ടിലേക്കൊക്കെ നമ്മൾ തിരിച്ചു പോകണം എന്നാണോ, പഴമക്കാരെ പോലെ ജീവിക്കണം എന്നാണോ എന്ന് തിരിച്ചു വയ്ക്കുക. നമ്മളതാണോ പറഞ്ഞത്? പറഞ്ഞായല്ലോ. നമ്മൾ പറഞ്ഞെന്താ, ഇസ്ലാമിക നിയമങ്ങളെ മുറുകെ പിടിക്കണം എന്ന് നമ്മൾ പറഞ്ഞേ. ആ വിഷയത്തെ മൂപ്പര് കൊണ്ടുപോയത് എങ്ങണ്ട, അദ്ദേഹം കൊണ്ട് മറുപടി പറയാൻ ശ്രമിക്കുന്നത് ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം പഴയതല്ലേ, ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം എന്നാണോ പറയണത് എന്ന രൂപത്തിൽ
ആ വിഷയത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുക. ഇതിനാണ് സ്ട്രോമാൻ ഫാലസി എന്ന് പറയുക. അതുപോലെ തന്നെയുള്ളതാണ് അഞ്ചാമതൊന്നാണ് ഹേസ്റ്റി ജനറലൈസേഷൻ. അതായത് ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ എടുത്ത് പൊതുവായ രൂപം നൽകുക. ഇപ്പോൾ ചില ആളുകളുണ്ടാവും പത്രത്തിലിങ്ങനെ കുറ്റകൃത്യങ്ങളുടെയൊക്കെ വാർത്ത വരുമ്പോൾ അതിലിങ്ങനെ നോക്കും, പേര് നോക്കും, മുസ്ലിം പേരാണ്, 2-3 നോക്കും, മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്. ഒരു 4-5 കുറ്റകൃത്യത്തിൽ ഒരു സമുദായത്തിൽപ്പെട്ട 4-5 ആളുകൾ വരുമ്പോഴേക്കും അതും പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, അതൊരു പൊതുവായ നിയമമാക്കി കൊണ്ടുവരുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതും ശരിയല്ല. മറ്റൊന്നാണ് അഡ്ഹോമിനം. അഡ്ഹോമിനം എന്ന് പറയുമ്പോൾ ഒരാൾ ഉന്നയിക്കണ വാദത്തെ ഗണ്ണിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അയാളെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുക. അയാളുടെ മതത്തെയോ അയാളുടെ രൂപത്തെയോ അയാളുടെ ജോലിയെയോ ഒക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ എതിർക്കണം ഒരാൾ. അപ്പോൾ പറയും ഇതൊക്കെ ചർച്ച ചെയ്യാരാ, ഇപ്പം എന്താ പഠിച്ചേക്കണേ, അതൊക്കെ സയൻസ് കൈകാര്യം ചെയ്യണ ഒരു ചർച്ച ചെയ്യേണ്ടതല്ലേ, ഇത് നീ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കുന്ന ആളെ ചെറുതാക്കി കാണിക്കുക. അതല്ലല്ലോ നമ്മുടെ വിഷയം. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് ഒരാൾ വാദിക്കുമ്പോൾ ഇയാൾ പറയേണ്ടത് എന്താ, ശരി, അത് ഇന്ന തെളിവുകൾ കാരണത്താൽ ശരിയാണെന്നല്ല പറയണ്ടേ. അത് പറയാതെ ഈ സംസാരിക്കുന്ന വ്യക്തിയെ ചെറുതാക്കി കാണാൻ ശ്രമിക്കുക. ഇത്തരത്തിലും ചില ആളുകൾ ചില കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. ചിലപ്പോഴെങ്കിലും മതത്തെ വിമർശിക്കുന്ന നാസ്തികരുടെ സംസാരം നമ്മൾ കേൾക്കുമ്പോൾ അവരൊക്കെ പലപ്പോഴും ഇത് നന്നായി ഉപയോഗിക്കണം കാണാൻ പറ്റും. ഒരു കെട്ടിയ ആൾ മറുപടി പറഞ്ഞാൽ, ഇസ്ലാമിക ചിഹ്നം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന താടി വെച്ച ഒരാൾ അതിന് മറുപടി പറഞ്ഞാൽ പറയും, അത് പറയും ഈ ആരാ, അതിന് പനക്കെന്താ യോഗ്യത ഉള്ളത്. അതൊന്നും ഈ മതത്തിൻ്റെ വക്താക്കൾക്ക് പറ്റാത്തതാണ്. ഇത്തരം ചർച്ചകൾ എന്ന നിലക്ക് സംസാരിക്കുന്ന ആളുകളെ ചെറുതാക്കി കാണിക്കുന്ന ഒരു പ്രവണത സമൂഹത്തിൽ കാണാൻ പറ്റും. അതുപോലെയുള്ള മറ്റൊന്നാണ് ഫാൾസ് ഡൈലമ എന്ന് പറയും. അതായത് ഇപ്പം നമ്മൾ വിശാലമായൊരു വിഷയം, ആ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാണ്, ആ ഓപ്ഷനുകളെ കണ്ട് ചെറുതാക്കിയിട്ട് 2 ഓപ്ഷനിലേക്ക് ചുരുക്കും. ഇപ്പോൾ ഉദാഹരണം, ഒരു നാട്ടിലെ ഭരണകൂടത്തെ വിമർശിക്കാവുന്ന ഒരു നാടുണ്ടെന്ന് കരുതുക. അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് പറ്റിയൊരു തെറ്റ് വിമർശിക്കുമ്പോൾ ഉടനെ എന്ത് ചെയ്യാണ്, അതിനെതിരെ സംസാരിക്കുന്നവരോട് പറയാണ്, നിങ്ങളാരാണ്, രാജ്യദ്രോഹികളാണ്. രാജ്യദ്രോഹി അല്ലാത്തവർക്ക് വിമർശിച്ചൂടെ? പക്ഷെ അവിടെ എന്ത് ചെയ്തു, വിമർശിക്കുന്നവരെല്ലാം രാജ്യദ്രോഹിയാണ് എന്ന രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അവിടെ വെച്ചു കൊടുക്കുക. ഈ 2 ഓപ്ഷനേ ഉള്ളൂ എന്ന രൂപത്തിൽ സംസാരിക്കുക. അപ്പോൾ ഉദാഹരണം, ലിബറലിസത്തെ എതിർക്കുകയാണ്, സർവ്വ സ്വതന്ത്രവാദത്തെ എതിർക്കുമ്പോൾ പറയാം, ശരി, നിങ്ങളെല്ലാവരെയും അടച്ചുപൂട്ടി ആൾക്കാരെ പ്രയാസത്തിൽ ജീവിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രാകൃതമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വിഭാഗമാണ് നിങ്ങളെന്ന് എന്ത് ചെയ്യുക, തിരിച്ച് പറയാം. പെണ്ണുങ്ങളോട് അവർ ഹിജാബ് ധരിക്കണമെന്ന് പറയുമ്പോൾ തിരിച്ചു പറയാണ്, ശരി, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ. ഇതല്ലാത്ത ഓപ്ഷനില്ലേ? പക്ഷെ എന്ത് ചെയ്യാണ്, 2 ഓപ്ഷനായി ചുരുക്കാൻ. ഒന്നുകിൽ ഞങ്ങൾ പറയണ അംഗീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങളാരാണ്, കുഴപ്പക്കാരാണ്. ഈ രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളെയും കാണാൻ സാധിക്കും. അതുപോലെ അവിടെ നമ്മൾ ചർച്ച ചെയ്യണം, ഒരു കാര്യം കൂടി ചർച്ച ചെയ്ത് ആ ഒരു ഭാഗം നമ്മൾ അവസാനിപ്പിക്കാം. ഫോൾസ് കോസ് ഫാലസി എന്ന് പറയും. അതായത് ചില കാര്യങ്ങൾ അടുത്തടുത്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം നടന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു, മറ്റൊരു കാര്യം സംഭവിച്ചു. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുകയാണ്, ആദ്യത്തെ കാര്യം സംഭവിച്ചത് കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം നടന്നത് എന്നൊരു അനുമാനത്തിലേക്ക് എത്താം. ഉദാഹരണം, ഒരാളൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറി. അതിനൊരു 1-2 മാസത്തിനിടയിൽ ആ കുടുംബത്തിൽ 1-2 ആൾ മരണപ്പെട്ടു, ഒരു 1-2 ആളുകൾ രോഗിയായി. അപ്പോൾ ആളുകൾ തീരുമാനിക്കുകയാണ്, ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിൻ്റെ ശേഷം ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതാണ് ഇതിൻ്റെ പ്രശ്നം. ഏലസ് കെട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രോഗം മാറി. അപ്പോൾ തീരുമാനം എടുക്കുകയാണ്, എന്ത്, ഏലസ് കെട്ടിയോണ്ടാണ് രോഗം മാറിയത്. ഇങ്ങനെ ചില കാര്യങ്ങളെ കാരണം ഒരുമിച്ച് സംഭവിച്ചു എന്ന കാര്യം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒന്നിന് പിറകെ മറ്റൊന്ന് സംഭവിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം അതിനെ ഇതിൻ്റെ കാരണമാക്കി എടുത്ത് ചില വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇത്തരം നിരവധി ഫാലസികൾ ചില ആളുകൾ സംസാരരംഗത്ത് ഉപയോഗിക്കും. നമ്മളതിൻ്റെ വാക്ചാരുതയും ആ സ്ഫുടതൊക്കെ കേട്ട് നമ്മളിങ്ങനെ അതിലിങ്ങനെ ആകർഷണീയതയിൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ശരിയാണ് എന്ന്. നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, ആരെന്ത് സംസാരിച്ചോട്ടെ തെളിവ് എന്താണെന്നാണ് നോക്കേണ്ടത്. ആര് പറഞ്ഞാലും ശരി, തെളിവാണല്ലോ നമുക്ക് മുഖ്യം.
അപ്പോൾ അവർ പറയുന്ന വാദത്തിൻ്റെ തെളിവ് എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ വൈകാരികതയിൽ പിടിച്ചു തൂങ്ങി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവരുപയോഗിക്കുന്ന ഫാലസികൾ, ന്യായ വൈകല്യങ്ങളുടെ പിന്നാലെ പോയി നമ്മളുടെ വാദം നമ്മൾ തെറ്റായ നിലപാടിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് ഇത്തരം ഫാലസികളെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം. ഇതാണ് ഒന്നാമത് ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ സ്ഥാപിക്കുന്ന പറഞ്ഞു തരുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചർച്ചകളൊക്കെ കേൾക്കണ്ടെന്ന് വിചാരിച്ചാൽ പോലും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ചകൾ കേൾക്കുന്ന അതിനുള്ള സാഹചര്യമുള്ളൊരു കാലത്ത് നമ്മൾ ജീവിക്കണം. റീൽസ് ഇങ്ങനെ നീക്കി പോണതിൻ്റെ ഇടയിലേക്ക് പെട്ടെന്ന് ചിലപ്പോൾ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച വരും. അത് നമ്മൾ കേൾക്കാൻ വിചാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അങ്ങനത്തെ ചർച്ചകൾ നമ്മൾ കേൾക്കും. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുന്ന സാഹചര്യം വരും. അപ്പോൾ ഇവിടെയൊക്കെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? 20 പോയിന്റുകൾ ഷെയ്ഖ് അവിടെ ഉണർത്തുന്നത് കാണാൻ പറ്റും. ഒന്നെന്താണെന്നറിയോ? ഒരു കാര്യത്തിന് ആളുകൾ വിധി പറയപ്പെടാം അതെന്താണെന്ന് മനസ്സിലാക്കിയാലാണ്. ഇപ്പം നിങ്ങളോട് ഒരു നാടിനെ കുറിച്ച് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ അറിയണമെങ്കിൽ ആ നാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണ്ടേ? ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങോട്ട് ചോദിച്ചു, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിധി, അത് നല്ലതാണോ ചീത്തയാണെന്ന് പറയാൻ അതാദ്യം എന്താണെന്ന് അറിയണ്ടേ? പിന്നെ കാര്യം പാടുമെന്ന് ചോദിച്ചു, അനുവദനീയമാണെന്ന് ചോദിച്ചു, ശരി, അതെന്താണെന്നല്ലേ നമ്മൾ തിരിച്ചു ചോദിക്കാം. അപ്പോൾ ഒരു കാര്യത്തെ മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൻ്റെ വിധി പറയാൻ നമുക്ക് പറ്റുള്ളൂ. പല ആളുകൾ എന്താ ചെയ്യുക വെച്ചാൽ പുതിയ പേരുകളുണ്ട് കേൾക്കുമ്പോൾ ഒക്കെ ശരിയാണെന്ന് വിചാരിച്ചിട്ട് പിന്നാലെ പോകും. ഇതുവരെ കേൾക്കാത്ത പുതിയ പേരുകളൊക്കെ ഈ ഫിലോസഫിയും മറ്റുമൊക്കെ ആയിട്ട് ചില ആളുകൾ സംസാരത്തിൽ കൊണ്ടുവരും. ഇതൊക്കെ പറയുന്നത് ശരിയാണെന്ന നിലക്ക് അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളെ കാണാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ അതിനെക്കുറിച്ച് വിധി പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ സാവകാശമെടുത്തുകൊണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാവണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇവിടെ മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണ്, ഏത് പ്രശ്നങ്ങളിലും സത്യം ഒന്നേയുള്ളൂ. സത്യം ഒന്നേയുള്ളൂ. ആപേക്ഷികമായി സത്യമുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതായത് ആളുകൾക്കനുസരിച്ച് സത്യം വ്യത്യസ്തപ്പെടും. 10 ആളുകളുടെ അടുത്ത് ശരി 10 എണ്ണമായിരിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇത് ശരിയല്ല. ശരി എന്തേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. അതിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സത്യത്തിൻ്റെ പാത അത് ഒന്നേ ഉണ്ടാവുകയുള്ളൂ, ശരിയായ പാത അത് ഒന്നേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ പാതയിലേക്ക് എത്താൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, നല്ല ആകർഷണീയമായി സംസാരിച്ചു എന്നതോ സ്ഫുടമായി ഒരു വിഷയത്തെ അവതരിപ്പിച്ചു എന്നതോ ആ വിഷയം ശരിയാണ് എന്നതിന് തെളിവല്ല. ചില ആൾക്കാർ നല്ല സ്ഫുടമായി വിഷയത്തെ അവതരിപ്പിക്കും. കുറേ ആളുകളുടെ മനസ്സിൽ സാഹിത്യപരമായി സ്വാധീനിക്കാവുന്ന പദങ്ങളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വിഷയങ്ങൾ അവതരിപ്പിക്കും. അതിനർത്ഥം ആ വിഷയം ശരിയാവണമെന്നില്ലല്ലോ. ചിലവരെന്ത് ചെയ്യും? എതിരാളികളെ നന്നായി ശക്തിയായിട്ട് ആക്രമിക്കും. സംസാരം കൊണ്ട് നന്നായി ചീത്ത പറയും. 4 ചീത്ത പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ എന്തോ ശരിയുണ്ടെന്ന് ആൾക്കാരെ വിചാരം. അങ്ങനെ ഉണ്ടോ? സംസാരത്തിന് ഒച്ച കൂട്ടിയെന്നോ വിഷയത്തല്ല ഗൗരവത്തിൽ അവതരിപ്പിച്ചെന്നുള്ളൊന്നും ഒരിക്കലും ആ വിഷയം ശരിയാണ് എന്നതിന് തെളിവല്ല. എന്താ തെളിവ്? അതിനയാൾ എന്താണ് തെളിവുകൾ ഉദ്ധരിക്കുന്നത്, അയാൾക്കുള്ള ന്യായം എന്താണ് എന്നതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ട് ആൾക്കാരെ സംസാരം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാധീനത്തിൽ മയങ്ങരുത് ഒരിക്കലും. നമ്മൾ അയാൾ പറയുന്ന തെളിവ് എന്താ നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിച്ചു കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. നാലാമത് എന്താണെന്ന് വെച്ചാൽ, ഒരു സത്യത്തിൻ്റെ വിഷയം, ഒരു കാര്യം ശരിയാണെന്ന് നമ്മൾ സ്ഥാപിക്കാൻ അതിൻ്റെ ആളുകൾ കൊണ്ടുവരുന്ന തെളിവുകൾ ഒരിക്കലും വൈരുദ്ധ്യമാവില്ല. ഇസ്ലാം ശരിയാണ് എന്നതിന് നമ്മൾ ആളുടെ മുന്നിൽ വെക്കുന്ന 2 തെളിവുകൾ എടുത്താൽ അതൊരിക്കലും പരസ്പരം എന്ത് ചെയ്യില്ല? വൈരുദ്ധ്യമായി വരികയില്ല. അപ്പോൾ ഒരാൾ അയാളുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി ഒരു തെളിവ് കൊണ്ടുവരാം, 2 തെളിവ് കൊണ്ടുവന്നു. ഈ 2 തെളിവുകൾ നമ്മൾ നോക്കുമ്പോൾ ചില പോയിന്റുകളിൽ എന്തുണ്ട്? വൈരുദ്ധ്യം വരുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്താ? അയാളുടെ വാദം ശരിയല്ല, അയാളുടെ വാദത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താ? അത് ആരിൽ നിന്ന് വന്നാ? അള്ളാഹിൽ നിന്ന് വന്നല്ലേ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ മതം, അള്ളാഹു അവതരിപ്പിച്ച വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള മതം. അതിൽ വൈരുദ്ധ്യം ഉണ്ടാവുമോ? അപ്പോൾ അതിലൊരിക്കലും വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിഷയത്തിൽ വൈരുദ്ധ്യമായ 2 തെളിവുകളാണ് വിമർശകർ ഉന്നയിക്കുന്നത് എങ്കിൽ അവൻ പറയുന്ന ന്യായത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മറ്റൊന്ന്,
ഒരു സത്യം ശരി, അത് പറയുന്ന ആളെയല്ല നമ്മൾ നോക്കേണ്ടത്, അയാൾ ഉന്നയിക്കുന്ന തെളിവുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ചിലപ്പോഴെങ്കിലും നമ്മൾ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം അതാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആളുകളെ സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസ്മാരും മറ്റൊക്കെ ധാരാളം ഉള്ളൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാൾ പറയണമൊക്കെ ശരിയാണെന്നുള്ളൊരു വിചാരം നമ്മുടെ മനസ്സിൽ വരും. അതല്ല, ആര് പറഞ്ഞാലും ശരി, പറയുന്നതിന് തെളിവുണ്ടോ, സത്യമാണ്, അതിനാണ് എന്ത് വില. അല്ലാതെ പറയുന്ന വ്യക്തികൾക്കല്ല നമ്മൾ വില നൽകേണ്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ വിഷയത്തിലൊരു അസർ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. അദ്ദേഹം പറയാണ്, മൻ ജാഅക ബിൽ ഹഖി ഫഖ്ബൽ മിൻഹു വ ഇൻ കാന ബഈദൻ ബഗീള. ഒരു മനുഷ്യൻ ഒരു സത്യം നിന്നോട് വന്ന് പറഞ്ഞു, ആ പറഞ്ഞ വ്യക്തി നിനക്കിഷ്ടമില്ലാത്ത നീ വെറുക്കുന്ന ഒരാളാണെങ്കിലും ശരി, പറഞ്ഞ സത്യമാണോ, എന്ത് ചെയ്യണം, അത് സ്വീകരിക്കണം. ഇനിയോ വമൻ ജാഅക ബിൽ ബാത്തിൽ, ഇനിയൊരു മനുഷ്യൻ നിൻ്റെ അടുത്ത് വന്നിട്ടൊരു അസത്യം പറഞ്ഞു, ഫർദുജ് അലൈഹി വ ഇൻ കാന ഹബീബൻ ഖരീബ, നീ വളരെയധികം ഇഷ്ടപ്പെടുന്ന, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായാലും ശരി, എന്ത് ചെയ്യണം, അത് തള്ളിക്കളയണം, അത് സ്വീകരിക്കരുത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ്, സത്യത്തിനാണ് വില, അല്ലാതെ ആളുകൾക്കല്ല. ഇന്ന ആളുകൾ ഈ വാദത്തിലല്ല നിൽക്കുന്നത്, അതുകൊണ്ട് അത് ശരിയാവുന്ന ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, പറയാൻ പാടില്ല. എന്താണോ ഖുർആനും സുന്നത്തും അറിയിക്കുന്നത്, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം സ്വീകരിക്കേണ്ടുന്ന പാത. ആറാമത്തെ ഒരു ഇതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ശരിയല്ലാത്ത വാദങ്ങൾക്കും ആളുകൾക്കിടയിൽ പ്രചരണമില്ലേ? അസത്യമായ വാദങ്ങളും സ്വീകരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലില്ലേ? അതിൻ്റെ കാരണം എന്തായിരിക്കും? അതിലും ചിലപ്പോഴെങ്കിലും സത്യത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒരു കൊണ്ടുവരും. ഉദാഹരണം പറയാം, ഇപ്പോൾ പലപ്പോഴും അംബിയ മുർസലീങ്ങളോട് നമുക്കൊക്കെ സ്നേഹം വേണ്ടേ? അംബിയാക്കളോട് മുർസലീങ്ങളോട് സ്നേഹം വേണ്ടേ? ആ സ്നേഹത്തെ മറ പിടിച്ചിട്ടാണ് അവരുടെ വിഷയത്തിൽ പല ആളുകളും അതിര് കവിയാറ്. അപ്പോൾ അത് കേൾക്കുന്ന ആൾക്കാരെന്താ കരുതുക, ശരി, ഇവർ പറയണ ഈ കാര്യമൊന്നും ചെയ്തില്ല എങ്കിൽ അംബിയാക്കളോട് മുർസലീങ്ങളോട് സ്നേഹമില്ലാത്തവരായി തീരുന്നല്ലേ. അപ്പോൾ എന്തു ചെയ്യും? അംബിയ മുർസലീങ്ങളോടൊരു സ്നേഹമുണ്ടാവുക എന്ന ഒരു സത്യത്തെ അതിനെ മിക്സ് ചെയ്ത് ഇസ്ലാം പഠിപ്പിക്കാത്ത മറ്റത് എന്ത് ചെയ്യാണ്, ഇസ്ലാമിൻ്റെ പേരിൽ കൊണ്ടുവരാൻ ആളുകൾ ശ്രമിക്കാൻ. അപ്പോൾ ആ രൂപത്തിലും ആ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യത്തിൽ ചിലതൊക്കെ ശരിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് മൊത്തം ശരിയാണ് എന്നൊരു വിധി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നൽകരുത് എന്നുള്ളതും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. അതുപോലെ ഒന്നാണ്, ചില വിഷയങ്ങളുണ്ടാവും, അവ സ്വയം തന്നെ അവയ്ക്ക് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകളുണ്ടായിരിക്കും. സെൽഫ് എവിഡൻറ്റ് ട്രൂത്ത്സ് എന്നാണ് അവയ്ക്ക് പറയുക. അറബിയിൽ ബദീഹാത്ത് എന്ന് പറയും, ബദീഹിയാത്ത് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം, ഒരു വസ്തുവിൻ്റെ മുഴുവൻ ഭാഗമെടുത്താൽ അതിൻ്റെ പകുതി അതിനേക്കാൾ ചെറുതാണ്. ഇതിനി ഗവേഷണം നടത്തണം. ഞാൻ പറയാണ്, ഒരു വലിയൊരു വസ്തു ഇവിടെ വെച്ചു, ഇതിൻ്റെ പകുതി ഭാഗം എന്നത് ഈ വസ്തുവിനേക്കാൾ ചെറുതാണ് എന്ന് പറഞ്ഞു. നമ്മൾ പറയാം, തെളിവ് എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വേണോ? ഒരു മനുഷ്യൻ ഒരേ സമയം ജീവിക്കുകയും മരിക്കുകയും ചെയ്യും, ഉണ്ടാവോ? എന്താ കാരണം? വൈരുദ്ധ്യമായ രണ്ട് കാര്യങ്ങളല്ലേ. വൈരുദ്ധ്യമായ രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് ചേരില്ലാന്ന് ഉറപ്പല്ലേ. അപ്പം അതിന് തെളിവ് എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത്തരത്തിൽ സെൽഫ് എവിഡൻ്റായ ട്രൂത്തുകൾക്ക്, സത്യങ്ങൾക്ക്, അവയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തെളിവുകൾ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. അതിനും തെളിവ് ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അയാളുടെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട് എന്നാണ്. പലപ്പോഴും മതപരമായ ചർച്ചകളിൽ മതത്തെ എതിർക്കുന്ന ആളുകൾ ഇത്തരം വാദങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എട്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു കാര്യം ഒരാളോട് പറയുന്നുണ്ട് എങ്കിൽ, മതപരമായോ മറ്റൊരു കാര്യം നമ്മൾ ഒരാളോട് പറയുന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, അത് സത്യമാണോ എന്ന് ഉറപ്പുവരുത്താനും ശ്രമിക്കണം. ഇന്നോടൊരാൾ വന്നു പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളോടും പറയണു എന്നുള്ള എല്ലാം ഒരിക്കലും നമ്മൾ മാനദണ്ഡം എടുക്കേണ്ടത്. ഇന്നോട് ഈ പറഞ്ഞ ആൾ പറഞ്ഞ കാര്യം സത്യമാണോ നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. എന്നിട്ടേ അത് നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടുകയുള്ളൂ. എന്നാൽ ഒരാളൊരു കാര്യം വാദിച്ചു, ഇങ്ങനെ സംഭവിക്കുമെന്നൊരാൾ വാദിച്ചു, അപ്പോൾ പിന്നെ അയാൾ എന്താ ചെയ്യേണ്ടത്? തെളിവ് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം ഞാൻ മറ്റൊരാൾക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? അത് ശരിയാണോ എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. എന്നാൽ ഞാൻ പുതുതായൊരു വാദം ഉന്നയിക്കുകയാണ്, ഇങ്ങനെയാണ് ഇന്ന കാര്യം നടന്നത് എന്ന് ഞാൻ വാദിക്കുകയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്?
അതിനുള്ള തെളിവുകളും കൂടെ കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സംസാരങ്ങൾ നോക്കണം. ഒരാൾ എന്ത് ചെയ്യാണ്, ഒരു പുതിയ വാദം പറയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ, നിങ്ങൾ പറയുന്ന വാദത്തിൻ്റെ തെളിവ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. 9ാമത്തെ ഒരു വിഷയമാണ് തെളിവെടുത്തു. ഞാൻ പറയുന്ന വാദത്തിന് ഞാൻ തെളിവ് പറഞ്ഞു എന്നത് ആ വാദം ശരിയാവാനുള്ള മാനദണ്ഡമല്ല. ഞാൻ പറഞ്ഞ വാദത്തിന് ഞാൻ തെളിവ് പറഞ്ഞു എന്നത് ആ വാദം ശരിയാവാനുള്ള മാനദണ്ഡമല്ല. മറിച്ച് പറഞ്ഞ തെളിവ് എന്താവണം, ശരിയാവണം. എന്നാലേ വാദം എന്താവുള്ളൂ, അയാളുടെ വാദം ശരിയാവും. അപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് ഒരു പുതുതായിട്ടൊരു വാദമുണ്ട്, ശരി, അതിന് തെളിവ് എന്താ? അപ്പോൾ ഞാൻ ഒരു 10-100 തെളിവ് അങ്ങോട്ട് പറഞ്ഞു. ഈ 100 തെളിവും തെറ്റാണെങ്കിലോ? എന്നിട്ട് ഞാൻ പറയും ഞാൻ 100 തെളിവ് പറഞ്ഞില്ലേ, അവിടെ എൻ്റെ വാദം സ്വീകരിക്കണം പറഞ്ഞതിൽ അർത്ഥമുണ്ടാവും. പറഞ്ഞ തെളിവുകൾ ശരിയാവുക എന്നതാണ് ഒരു വാദം ശരിയാവാനുള്ള മാനദണ്ഡം. പല ആളുകളത് ചെയ്യാറുണ്ട്. പല ആളുകൾ എന്ത് ചോദിച്ചാൽ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ മതത്തിനെതിരൊക്കെ പല വാദങ്ങളും ഉന്നയിക്കും. എന്നിട്ട് അവർ പറയും ഇതാണ് തെളിവ്, ഇതാണ് തെളിവ് പറഞ്ഞിട്ട് 100-ഉം 150-ഉം തെളിവുകൾ പലയിടത്തും ദുർവ്യാഖ്യാനിച്ച് കൊണ്ടുവരും. സത്യത്തിൽ തെളിവ് ഒരു ഉദ്ധരിച്ചു, പക്ഷെ കൊണ്ടുവന്ന തെളിവ് ശരിയാണോ? ശരിയല്ല. അപ്പോൾ തെളിവുകൾ ശരിയാവുക എന്നതാണ് തെളിവ് ഉദ്ധരിക്കുക എന്നതിനേക്കാൾ പ്രധാനം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് 10ാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചില ആളുകൾ പറയുന്ന സംസാരം അത് നല്ല സത്യസന്ധമായ രൂപത്തിലായിരിക്കും കാര്യത്തെ അവതരിപ്പിച്ചിട്ടുണ്ടാവുക. ഹക്കായ വിശ്വസിക്കാവുന്ന ചില വാദങ്ങളായിരിക്കും ആളുകൾ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക വേറെ വല്ല ഉദ്ദേശമായിരിക്കും. അത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖവാരിജുകൾ പറഞ്ഞൊരു വാദമാണല്ലോ, ലാ ഹുക്കുമ ഇല്ലാ ലില്ലാ, വിധിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഒരു വാദം പറഞ്ഞു, സംഭവം ശരിയല്ലേ? പക്ഷെ അവരതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? അവരുദ്ദേശിച്ചത് അവിടെയുള്ള ഭരണകൂടത്തിനെതിരെ തിരിയുക എന്നുള്ളതൊക്കെയായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, കലിമത്തു ഹഖീൻ ഉരീദ ബിഹൽ ബാത്തിൽ. പറഞ്ഞ വാക്കെന്താണ്? സത്യമാണ്, പക്ഷെ അവരുദ്ദേശോ അത് പ്രശ്നമാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ സത്യമാണ് നമുക്ക് തോന്നിക്കുന്ന പല കാര്യങ്ങളും പറയും, പക്ഷേ അതുകൊണ്ട് ആൾ ഉദ്ദേശിച്ചുണ്ടാവുക അയാളുടെ മനസ്സിലുള്ള വേറെ ചില ഇസ്ലാമിനെതിരായ ചില വാദങ്ങളെ സ്ഥാപിക്കാനായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. 11ാമത്താണ് ധാരാളം ആളുകളുണ്ട് എന്നത് ഒരു വാദം ശരിയാണെന്നതിനൊരിക്കലും തെളിവല്ല. ഈ വാദം പിൻപറ്റുന്ന ആൾക്കാർ ഇന്ന് ധാരാളം ഉണ്ടല്ലോ. ഇപ്പോൾ 90% ആൾക്കാർ ഇതല്ല വാദിക്കണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിൻഗാമികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതൊരിക്കലും ഒരു വാദം ശരിയാണ് എന്നതിന് തെളിവല്ല. ചിലപ്പോൾ എന്തു ചെയ്യും, ഒരാൾ മാത്രമായിരിക്കും സത്യത്തിൻ്റെ വക്താവ്, അങ്ങനെ സംഭവിക്കാലോ. അതുകൊണ്ടൊരിക്കലും ആൾപ്പെരുപ്പം എന്നത് ഒരു വാദത്തെ ശരിയാണ് എന്ന് വിശ്വസിക്കാവുന്ന രൂപത്തിലുള്ള തെളിവല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതുകൊണ്ട് ആര് പറയുന്ന ഒരു വാദം അങ്ങനെ കുറേ ആൾക്കാർക്കിടയിൽ ഇങ്ങനെ വ്യാപിച്ച് അതിന് സപ്പോർട്ടേഴ്സിൻ്റെ അനുകൂലിക്കുന്ന ആൾക്കാരെ എണ്ണം അങ്ങനെ കൂടാൻ നമ്മൾ പറയണം അതിലെന്തോ ശരിയുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മളെന്ത് ചെയ്യുന്നുണ്ട്? തെളിവുണ്ടോ നോക്കുകയാണ് വേണ്ടത്. ആൾപ്പെരുപ്പം ഒരിക്കലും ഒരു വാദത്തെ ശരിയാക്കുന്നതല്ല. 12ാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ചില ആളുകൾ പറയാണ്ട് എന്ത് വിഷയം പറഞ്ഞാലും പറയും ഒന്ന് ചിന്തിച്ച് നോക്കണം, അതിൻ്റെ ബുദ്ധിയിൽ എന്ത് ചെയ്യണം? ഒന്ന് അളന്ന് നോക്കണം. നമ്മുടെ ബുദ്ധിക്കൊരു പ്രശ്നമുണ്ട്, പരിമിതമല്ലേ ബുദ്ധി, അല്ലേ? പരിമിതമായ ബുദ്ധിയാണ് നമുക്കുള്ളത്. അപ്പം എല്ലാം ആ പരിമിതമായ ബുദ്ധിയിൽ തിരിഞ്ഞാലേ ഞാൻ സ്വീകരിക്കൂ എന്ന വാദം എന്തല്ല? ശരിയല്ല. അപ്പം ആ ബുദ്ധിക്ക് താങ്ങാത്ത കാര്യങ്ങൾ അതിനെ വഹിപ്പിക്കാതിരിക്കുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ട കാര്യം. ചില ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൽ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ പറയാണ് അത് എൻ്റെ ബുദ്ധിക്ക് യോജിക്കണില്ല, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അത് പറയുമ്പോൾ എന്താണ്? എൻ്റെ ബുദ്ധിക്ക് പരിമിതി ഉണ്ട്. ആ പരിമിതമായ എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം എന്ത് ചെയ്യാണ്? അതിൻ്റെ പിന്നാലെ ഞാൻ പോവുകയാണ്. അത് വിട്ടിച്ചരാണ്. മറിച്ച് നമുക്കൊക്കെ ബോധ്യമുള്ളൊരു കാര്യമുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുണ പറയില്ല എന്ന് ഉറപ്പല്ലേ? അത് ബോധ്യപ്പെട്ടല്ലേ? അതിന് തെളിവുകളുണ്ടല്ലോ. സത്യനിഷേധികൾ വരെ അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് തെളിഞ്ഞ ഒരു കാര്യമാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തായിരിക്കും? സത്യമായിരിക്കും എന്ന് മനസ്സിലാക്കാണ് വേണ്ടത്. അതല്ലാതെ എല്ലാം നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലായാലും നമ്മൾ സ്വീകരിക്കൂ എന്നൊരു വാദം ഒരിക്കലും ശരിയല്ല എന്ന് ശ്രദ്ധിക്കുക. 13ാമത്തെ ഒരു കാര്യമാണ്,
നമ്മളിങ്ങനെ തർക്കത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ ചിലർ പറയും ഇന്ന തെളിവുണ്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഇവിടെ സൂര്യൻ ഉണ്ട് എന്നുള്ളതിന് നമുക്ക് തെളിവായി പറയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കാണും അല്ലേ, സൂര്യനെ കാണില്ലേ, കാണും. അതുപോലെ അതിൻ്റെ പ്രകാശം കാണില്ലേ, ഓക്കെ. അതുപോലെ എന്താണ്, ചൂടുണ്ടാവില്ലേ, ഇതൊക്കെ സൂര്യൻ ഉണ്ടെന്നുള്ളതിന് തെളിവല്ലേ. ഒരു കണ്ണുവട്ടം വന്ന് പറയാണ്, ഒരു അന്ധനായൊരു മനുഷ്യൻ വന്ന് പറയാണ്, ഞാൻ സൂര്യനെ കാണുന്നില്ല, അതുകൊണ്ട് എന്തില്ല, സൂര്യനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കോ? അപ്പോൾ ഒരു തെളിവ് അതില്ല എന്നുള്ള ഒരിക്കലും എന്തല്ല, എന്തിനാണോ തെളിവെടുത്തത് അതില്ല എന്നുള്ളതിന് തെളിവല്ല. അള്ളാനെ കാണുന്നില്ലല്ലോ, അപ്പം അല്ല എന്ന് പറയാൻ പറ്റുമോ? അള്ളണ്ടെന്നതിന് വേറെ തെളിവില്ലേ, ഇല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉന്നയിക്കപ്പെടുന്ന ഒരു തെളിവ് ഇല്ല എന്നതൊരിക്കലും എന്തിനാണോ ആ തെളിവെടുത്തത് ആ വിഷയം ശരിയല്ല എന്നതിന് തെളിവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ യുക്തിവാദികളെ ഈ വിഷയം പറയാറുണ്ട്, നമ്മൾ അള്ളാനെ കാണുന്നില്ലല്ലോ എന്നൊരു പറയും. അപ്പോൾ നമുക്ക് തിരിച്ചു പറയാനുള്ള കാര്യം ഇതാണ്, ശരി കാണുന്നില്ല, പക്ഷെ അള്ള ഉണ്ടെന്ന് അറിയിക്കണ വേറെ കുറേ തെളിവില്ലേ. ഇപ്പോൾ ഒരു ജീവി ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോയാൽ അതിൻ്റെ കാഷ്ട അവിടെ കണ്ടാൽ നമ്മളെന്താ പറയുക, അതിൽ കൂടെ എന്നെ ജീവി പോയിട്ടുണ്ട് എന്നല്ല പറയാ. ആ കാഷ്ട ആ ജീവിനെ അറിയിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെല്ലാം ഇത്തരം പൂർണ്ണമായി സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയിലാണ്, ഒരു ന്യൂനതയും ഒന്നിനുമില്ല. നമ്മുടെ മനുഷ്യ ശരീരം നോക്ക്, ഏറ്റവും ശരിയായ ഘടനയിൽ അള്ള സൃഷ്ടിച്ചത്. അപ്പം ഇങ്ങനെയൊക്കെ യാദൃശികമായി ഇങ്ങനെ ശരിയാവുമോ? ഒരു ന്യൂനതയുമില്ലാതെ ലോകത്തിലെ എല്ലാ വസ്തുക്കളും പൂർണ്ണമായി ഉണ്ടാവുക എന്ന് യാദൃശികമായി സംഭവിക്കുമോ? അപ്പോൾ ഈ വസ്തുക്കളൊക്കെ പൂർണ്ണതയിലുണ്ടായി എന്നത് ഇത് പിന്നെ ഒരു സൃഷ്ടാവുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. അപ്പം ഞാൻ അള്ളാനെ കാണില്ല എന്നുള്ളതുകൊണ്ട് അള്ള ഇല്ല എന്ന് പറയാൻ തെളിവില്ല, കാരണം മറ്റൊരു തെളിവ് ആ വിഷയത്തിലുണ്ട്. മനസ്സിലായോ? അതാണ് പറഞ്ഞത്, പറയുന്ന ഒരു തെളിവില്ല എന്നത് ആ വിഷയം ഇല്ല എന്നതിനൊരിക്കലും തെളിവല്ല എന്നുള്ളതാണ്. 14-ാമത്തെ ഒരു വിഷയമാണ്, ചില കാര്യങ്ങൾ അറിയില്ല, എനിക്കത് അറിയില്ല എന്ന് തിരിച്ചറിയലാണ് അതിൻ്റെ തെറ്റായ വിഷയം മനസ്സിലാക്കണേക്കാട്ടി നല്ലത്. നമ്മൾ അറബിയിൽ പറയും ജഹലുൽ ബസീത്തും ജഹലുൽ മുറക്കബും എന്നും പറയും. ജഹൽ ബസീത്ത് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്ന് എന്ത് ചെയ്യുക, എനിക്ക് ബോധം ഉണ്ടാവുക, എനിക്ക് ആ വിഷയം അറിയില്ല എന്ന് എനിക്ക് ബോധം ഉണ്ടാവുക. ജഹൽ മുറക്കബ് പറഞ്ഞാൽ ഒരു വിഷയം എനിക്ക് അറിയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ എന്ത് ചെയ്തിരിക്കണത്, ഞാൻ ശരിയായി കരുതിയിട്ടുള്ളത്. ഞാൻ ജഹൽ മുറക്കബ് പറയാം. ഇതിലാലോചിച്ച് നോക്ക്, ഇതിൽ ആരാണ് രക്ഷപ്പെടാൻ വഴി സാധ്യത ഉള്ളത്? അറിയില്ല എന്നുള്ള ബോധമുള്ളവനല്ലേ രക്ഷപ്പെടുള്ളൂ. കാരണം അവർക്ക് പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, കാരണം അറിയില്ലല്ലോ. മറ്റവൻ്റെ വാദം എന്താ, ഞാൻ ഇപ്പം ഉള്ളതാണ് ശരി എന്നുള്ളതാണോ അവൻ്റെ വാദം. അപ്പോൾ ചില കാര്യങ്ങൾ അറിയില്ല എന്ന് മനസ്സിലാക്കലാണ്, അത് ആ അറിവാണ് സത്യത്തിൽ ഞാനുള്ള വാദം ശരിയാണ് അല്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. നമുക്ക് ഉണ്ടാവേണ്ട ഒരു വാദം, ഒരു നിലപാട്, അതെനിക്കറിയില്ല, ഞാനൊന്ന് പഠിക്കണം എന്നൊരു നിലപാടിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. 15-ാമത്തെ ഒരു വിഷയം, ഒരാളെയും നമ്മൾ അന്ധമായി എന്ത് ചെയ്യരുത്, പിൻപറ്റാൻ പാടില്ല. ഒരു വാദത്തിനും ആ വാദമേ ശരി എന്നൊരു വാദം നമുക്ക് ഉണ്ടാവാൻ പാടില്ല, ഒന്നൊഴികെ. അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ശരിയായ ദീനൊഴികെ. അതല്ലാത്ത ഒന്നിനോടും ഒരു കക്ഷിത്വം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇൻ്റെ നേതാവ് ഇന്നതാ പറഞ്ഞു അതുകൊണ്ട് അതേ ശരിയാവും നിലപാട് നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ തഅസ്സുബ് എന്നത് ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടുകയില്ല, നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ്, എല്ലാ വിഷയങ്ങളിലും മാറ്റി നിർത്താവുന്ന ചില കാര്യങ്ങളുണ്ടാവും. നമ്മളിങ്ങനെ ചില ആളുകളോട് നമ്മൾ പുകവലി പ്രശ്നമാണെന്ന് പറയുമ്പോൾ ആളുകൾ പറയും പുകവലിച്ച രോഗങ്ങളുണ്ടാവും, അങ്ങനെ പെട്ടെന്ന് മരണം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും ശരി, എൻ്റെ നാട്ടിലുള്ള ഒരാളുണ്ട്, അയാൾ ഒരു 30 കൊല്ലമായി പുകവലിക്കുന്നുണ്ട്, അയാൾക്കിപ്പോൾ ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നമില്ല പറയും. ഒറ്റപ്പെട്ട സംഭവമല്ലേ? ഈ ഒറ്റപ്പെട്ട കാര്യം പറഞ്ഞിട്ടാണ് മൂപ്പര് എന്ത് ചെയ്യണേ, പുകവലി ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പൊതുവായ ചില കാര്യങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒറ്റപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ പിന്നാലെ പോയി അതൊരു പുതിയ നിയമമായി ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ പല ആളുകളും വഞ്ചിക്കപ്പെടുന്നൊരു വിഷയമാണ് ഒരു നുണ, ഒരു വ്യാജം. അത് ആവർത്തിക്കപ്പെട്ട് കേട്ടാൽ അത് സത്യമാണെന്ന് ആൾക്കാർക്ക് തോന്നും. ഒരു ശരിയല്ലാത്തൊരു വാദം പലയിടത്തും നമ്മളിങ്ങനെ കേൾക്കുകയാണ്, കുറേ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് ശരിയാണെന്ന് തോന്നും. ഇപ്പോൾ ആടിനെ പട്ടിയാക്കിയൊരു കഥയൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ?
ഒരാടിനെ ഏറ്റി പോകുന്ന ഒരു മനുഷ്യൻ, അതിനെ കാണുന്ന പല ആൾക്കാർ പറയാണ് തലയിലൊരു പട്ടീനെ പിടിച്ചിട്ടാണല്ലോ പോണത്. കുറച്ചധികം ആൾക്കാർ പറഞ്ഞപ്പോൾ അയാൾ അവസാനം എന്ത് ചെയ്തു, അതിന് എടുത്തു നോക്കിയെന്നാണ്. ഇത് ആടാണോ പട്ടിയാണോ എന്ന് അയാൾക്ക് തന്നെ സംശയം തോന്നി. അപ്പോൾ ചില വ്യാജങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യും, അത് ശരിയായി തോന്നും. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഒരു അസത്യത്തെ ഇന്ന് സ്പ്രെഡ് ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളാണ്. ഒരു കാര്യത്തെ പല രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചൂടെ? വായിക്കുന്ന രൂപത്തിൽ, സോഷ്യൽ മീഡിയകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, പല രൂപത്തിൽ നമ്മൾക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നൊരു കാര്യം ആവർത്തിച്ച് കേട്ടു വെച്ചിട്ട് അത് ഒരിക്കലും എന്താവില്ല, സത്യമാവുകയില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. 18ാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനെ അയാൾക്ക് സത്യത്തിൽ നിന്ന് അയാളെ അകറ്റുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് അഹങ്കാരം. ഞാൻ പറഞ്ഞതേ ശരിയാകുന്ന ഒരാൾക്ക് വാദം ഉണ്ടെച്ചെങ്കിൽ അയാൾ മിക്കവാറും ശരിയിലേക്ക് അടുക്കൂല. അഹങ്കാരം ഒരാളുടെ മനസ്സിലുണ്ട് എങ്കിൽ അയാൾക്ക് ഒരിക്കലും ശരിയിലേക്ക് അടുക്കുക എന്നത് പ്രയാസമാവും. അതുപോലെ എൻ്റെ മനസ്സ് തേടുന്നതാണ്, എൻ്റെ മനസ്സ് പറയുന്നതാണ് ശരി, എൻ്റെ മനസ്സിൽ പ്രേരണ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ പിന്നാലെ പോലെ എന്തായിരിക്കും, കുറച്ച് പ്രയാസകരമായിരിക്കും. അതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വാദം അതാണ്, അപ്പം ഞാൻ ഓരെ പിൻപറ്റാണ്, ഓരോ ഫോളോവേഴ്സാണ് ഞാൻ അവരെ അന്ധമായി അനുകരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാലും അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സത്യത്തിലേക്ക് എത്തുന്നതിന് ചില തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള തടസ്സങ്ങളെ മനസ്സിലാക്കി അവയിൽ നിന്ന് മാറിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അടുത്തൊരു പോയിൻ്റായി ഷെയ്ഖ് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ ഒരു കാര്യമാണ്, നമ്മുടെ ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കണം എന്നൊരു മനുഷ്യന് സ്വപ്നമാണ്, ഒരാളുടെ ആഗ്രഹമാണെന്ന് കരുതുക, അവന് സത്യത്തിലേക്ക് എത്താൻ കുറച്ച് പ്രയാസമായിരിക്കും. മനസ്സെപ്പോഴും നമുക്ക് അധ്വാനിക്കാൻ മനസ്സ് പ്രേരിപ്പിക്കുമോ? പണിയെടുക്കാൻ മനസ്സ് പ്രേരണ തരുമോ? എൻ്റെ മനസ്സ് പണിയെടുക്കാൻ പറയണില്ല, അവിടെ ഞാൻ ഒന്ന് വെറുതെ ഇരിക്കാൻ പറയാൻ പറ്റുമോ? അപ്പോൾ ദേഹേച്ഛകൾക്ക് പിന്നാലെ പോവുക എന്നത് പല ശുഭഹത്തുകളും നമ്മുടെ മനസ്സിലുണ്ടാവാൻ കാരണമായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനമായി നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞാൽ ഒരാൾക്ക് ബുദ്ധിമാനാണ് എങ്കിൽ എന്ത് വിഷയം ചർച്ച ചെയ്യട്ടെ, എന്ത് കാര്യങ്ങൾ അവൻ്റെ മുന്നിലേക്ക് എത്തട്ടെ, അവൻ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഒറ്റയടിക്കൊരു തീരുമാനം എടുക്കാതെ ഒരു സാവകാശം, അത് പഠിക്കാനുള്ള ഒരു അവധാനത അവൻ എന്ത് ചെയ്യണം, നൽകണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നൊരു നിവേദക സംഘത്തിൻ്റെ ചരിത്രം നമുക്ക് ചരിത്രത്തിലൊക്കെ കാണാൻ പറ്റും. കൂട്ടത്തിലൊരു സ്വഹാബി അശ്അജ് റളിയല്ലാഹു അൻഹു, എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ധൃതി, എല്ലാവരും സന്തോഷത്തിൽ ഓടി വരാൻ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒന്നൊരുങ്ങി വാഹനത്തൊരു സ്ഥലത്ത് കെട്ടിയിട്ട് മെല്ലെ ഒരു സാവകാശത്തിൽ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവങ്ങളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അവധാനതയെ എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ധൃതി പെടുന്നൊരു സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും പൈശാചികമാണ്. അതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ, അതിനൊന്ന് വിശകലനം ചെയ്യാൻ, പഠിക്കാനുള്ളൊരു സാവകാശം ഏത് വിഷയത്തിനും നമ്മൾ കൊടുക്കണമെന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതാണ് ഷെയ്ഖ് രണ്ടാമത് ചർച്ച ചെയ്ത് വെക്കുന്ന ഒരു വിഷയം. അവസാനമായി, നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം എന്താണ്, മതരംഗത്ത് പിഴച്ചു പോകാതിരിക്കാനാണ്. പരലോകത്ത് നരകത്തിൻ്റെ വക്താക്കളായി മാറരുതെന്ന് സ്വപ്നം കാണുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ചർച്ച ചെയ്യണത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇനി നമുക്ക് ഓർമ്മപ്പെടുത്തുക. അതിലൊന്നെന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് ഹിദായത്ത് ലഭിക്കണോ, ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? വഹി പറയുന്നതെന്തോ അതേ ഹിദായത്താവും. അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്നെന്തോ അതെന്താവുള്ളൂ, ശരിയായ പാതയാവുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ സൂറത്തു സബഇന്റെ 50-ാമത്തെ വചനം അള്ളാഹു പറയാൻ, വ ഇനിഹ്തദൈതു ഫബിമാ യൂഹി ഇലയ്യ റബ്ബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ആവശ്യപ്പെടാൻ, ഞാൻ സന്മാർഗത്തിലായാൽ അതിനുള്ള കാരണം എന്താണെന്നറിയോ? ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് ബോധനം നൽകിയത് കൊണ്ടാണ്, ദിവ്യ സന്ദേശം നൽകിയത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണം, ശരിയായ പാതയിൽ വഴി തെറ്റാതെ നിലനിൽക്കണം. വഴി എന്താ? ഖുർആനും സുന്നത്തും എന്താ പറയണ നോക്കുക, വഹീൻ്റെ പാത ഏതാണോ നോക്കുക, അതേ എന്തായിരിക്കുള്ളൂ, സത്യത്തിൻ്റെ പാത ആവുകയുള്ളൂ എന്നതാണ്. അപ്പോൾ ചില ആളുകൾ പറയും, എനിക്ക് നല്ല ബുദ്ധിയാണല്ലോ, നല്ല ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തോണ്ട് കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലായിക്കൊണ്ട് എന്നതൊരിക്കലും മാനദണ്ഡമല്ല. ഖുർആനും സുന്നത്തും പറയുക എന്നതാണ് ഒരു വിഷയം ശരിയായ പാതയാകാനുള്ള മാർഗം.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ മതത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ ശരിയായ പാതയിൽ നീ ഉറപ്പിച്ച് നിർത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ബുദ്ധി, എനിക്കല്ല ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതുമേ ഡിപ്പെൻഡ് ചെയ്തൊരിക്കലും നിലനിൽക്കരുത്. ഹിദായത്ത് ലഭിക്കണമെങ്കിൽ അത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു തരുന്ന മാർഗത്തിലൂടെ ലഭിക്കുകയുള്ളൂ. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കലാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മനസ്സിനൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരി എന്താണ് എന്ന് കണ്ടെത്തി അതിൻ്റെ വക്താവായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവണില്ല എങ്കിൽ ശരികേടുകളുടെ പിന്നാലെ സ്വാഭാവികമായി നമ്മൾ പോകും. ഒരു വിഷയത്തിൽ സത്യം എന്താണ് അസത്യം എന്താണെന്ന് മനസ്സിലാക്കി സത്യത്തിൻ്റെ വക്താവായി നിലനിൽക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സിന് പിന്നെ ചായ്വുണ്ടാവും എപ്പോഴും അസത്യത്തോടായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ദേഹച്ചക്ക് പിന്നാലെ പോകാതെ, മനസ്സ് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ പോകാതെ, സത്യമേതാണോ അത് മനസ്സിലായാൽ പിന്നെ അത് പിൻപറ്റുന്ന ആളായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി കുറച്ചുണ്ട് പിൻപറ്റും, കുറച്ചുണ്ട് സ്വീകരിക്കുക എന്ന നിലപാട് ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാ. മൂന്നാമത്തൊന്ന്, ഒരാളുടെ മനസ്സിൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുപ്പം എത്രയധികമുണ്ടോ അത്രയധികം അയാളെ വഴി തെറ്റിക്കുന്ന മാർഗങ്ങളിൽ നിന്ന് അകന്നിൽക്കാൻ അയാൾക്ക് പറ്റും. ഇപ്പം എന്ന് പറയും, ഇന്ന് ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, എക്സ് മുസ്ലിം എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാഗം കുറേ ആളുകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ടല്ലോ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അവിടെ മനസ്സിലാക്കിയിട്ട് അതിൽ നമ്മൾ പെടാതിരിക്കണേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? അള്ളാഹുവോടുള്ള നമ്മുടെ അടുപ്പം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഫർദുകൾ ചെയ്ത് സുന്നത്തുകൾ ചെയ്തില്ലേ, ഹദീസിലുണ്ടല്ലോ, ഒരു വ്യക്തി ഫർദുകൾ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി എന്താ? അയാളുടെ ജീവിതത്തിൽ സുന്നത്തുകൾ അധികരിപ്പിക്കാൻ. അങ്ങനെ സുന്നത്തുകൾ അധികരിപ്പിച്ചാൽ സ്വാഭാവികമായും അള്ളാഹു ആ വ്യക്തിയെ ഇഷ്ടപ്പെടുമെന്നാണ്. അപ്പം അങ്ങനെ അള്ളാഹുവുള്ളൊരു സാമീപ്യം നേടിയെടുത്താൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവനക്ക് എന്ത് ചെയ്യും? സാധിക്കും. അപ്പോൾ നമ്മൾക്ക് മരണം വരെ സത്യത്തിൽ നിലനിൽക്കണോ? അള്ളാഹിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം സൂറത്തുൽ അൻഫാൽ 29-ാമത്തെ വചനം അള്ളാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ, മുറ പ്രകാരം ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ് എങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാന, അള്ളാഹ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചറിയാനുള്ള മാർഗം തയ്യാറാക്കി തരുമെന്ന് അള്ളാഹ് പറയാൻ. അപ്പം അതാണ് നമുക്കുള്ള വഴി. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടല്ലോ, ആളുകളൊക്കെ പഴച്ചു പോവാണല്ലോ. പഴച്ചു പോവാതിരിക്കാൻ എന്ത് ചെയ്യണം? അള്ളാഹിലേക്ക് നമ്മൾ എടുക്കണം. അതിനുള്ള മാർഗങ്ങളാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. നാലാമതൊന്ന് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ആളുകൾക്ക് വഴികേട് ഉണ്ടാവുക എങ്ങനെ അറിയാം? വഴികേടുകളുടെ തുടക്കം എപ്പോഴും വെച്ചാൽ, എൻ്റെ അഭിപ്രായത്തെ, വ്യക്തിപരമായ അഭിപ്രായങ്ങളെ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങുമ്പോഴാണ്. ഖുർആനും സുന്നത്തും അതൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ അഭിപ്രായം ഇതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. ആ ഒരു ചിന്ത ഇങ്ങനെ വളർന്ന് പിന്നെന്താ ഉണ്ടാവുക? സ്വാഭാവികമായും ഖുർആനും സുന്നത്തിൽ നിന്ന് പൂർണ്ണമായി അകന്ന് ശരിയായ പാതയിൽ നിന്ന് തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും സ്വന്തം അഭിപ്രായത്തെ ഖുർആനും സുന്നത്തിനും എതിരായി സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും നമുക്കുണ്ടായിക്കൂടാ. അഞ്ചാമത്തൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില സംശയങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നു എന്നത് ഒരു വിഷയം സത്യമല്ല എന്നതിന് തെളിവല്ല. അള്ളാഹു ഉണ്ട്, ഇസ്ലാമാണ് ശരിയായ മതം, അത് പിൻപറ്റുന്നൊരു വ്യക്തിയെ സ്വർഗത്തിൽ പോകും. അങ്ങനെ ഒരുപാട് തെളിവുകളുണ്ടല്ലോ. അതിന് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ആൾ പറയാം, ചില ആൾക്കാർ അത് ശരിയല്ല എന്ന് പറയണില്ലേ, അള്ളാഹ് ഇല്ല എന്നുള്ളതും ചില ആൾക്കാർ പറയണില്ലേ. അങ്ങനെ പറഞ്ഞിച്ചിട്ട് അതല്ലാതാവോ? അതാണ് ചില സംശയങ്ങൾ ആളുകൾ ജനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നത് ഒരിക്കലും ആ വിഷയം ശരിയല്ല, അതിനെതിരാണ് ശരി എന്നതിനൊരിക്കലും തെളിവല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട. ആ വിഷയം ഇപ്പം എനിക്ക് തിരിഞ്ഞിട്ടില്ല, പഠിഞ്ഞിട്ടില്ല, അതൊന്ന് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന്,
പരിശുദ്ധ ഖുർആനും സുന്നത്തും അതിലെ ശരി എന്താണ് എന്ന് മനസ്സിലാക്കണമെന്ന ചിന്തയിൽ ഒരാൾ സമീപിച്ചു എന്ന് കരുതാം. ഖുർആനും സുന്നത്തും എന്താ പറയണത്, അത് പിൻപറ്റണമല്ലോ എന്നൊരു രൂപത്തിൽ ഖുർആനും സുന്നത്തും ഒരാൾ കേൾക്കാൻ ശ്രമിച്ചാൽ അയാൾ ഖുർആനും സുന്നത്തും ശരിയാണെന്ന് മനസ്സിലാക്കും. എന്നാൽ ഇത് വിമർശിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം കേൾക്കണമെന്ന് വെച്ചെങ്കിലോ ചിലപ്പോൾ അയാൾക്ക് സത്യം ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് ലഭിച്ചോളണമെന്നില്ല. ഒരുപാട് സ്വഹാബികളുടെ ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് തൂർ ഓതുമ്പോൾ നമസ്കാരത്തിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ സൂറത്ത് തൂർ പാരായണം ചെയ്യാൻ അതിലൊരു വചനം കേട്ടിട്ട് ആ വചനത്തിൻ്റെ അർത്ഥം ചിന്തിച്ച് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയുണ്ട്. അപ്പോൾ അവരൊക്കെ സ്വാധീനിച്ചെന്താണ്, അവർ ഒരു തുറന്ന മനസ്സോടുകൂടി ഖുർആനും സുന്നത്തും വായിക്കാനും പഠിക്കാനും തയ്യാറായപ്പോൾ അവർ സത്യത്തിലേക്ക് അടുത്തു. അതാണ് നമുക്ക് ആ രംഗത്തുണ്ടാവേണ്ട സമീപനം. തുറന്ന മനസ്സോടെ ഖുർആനെയും സുന്നത്തിനെയും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു വിഷയത്തിൽ നമുക്ക് ചില കാര്യങ്ങളിൽ സംശയം തോന്നിയെന്ന് കരുതാം. ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില വിഷയത്തിൽ നമുക്ക് സംശയം തോന്നിയെന്ന് കരുതാം. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമാണല്ലോ ശരി, അതാണല്ലോ ശരിയായ മതം. ഈ സംശയത്തിൻ്റെ മറുപടി എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ സംശയത്തിൻ്റെ ശരി എന്താണ്, ഇതിനുള്ള മറുപടി എന്താണെന്ന് പഠിക്കാൻ സമയം കണ്ടെത്താൻ വേണ്ടി. അല്ലാണ്ട് സംശയം ഉണ്ടാവുമ്പോഴേക്ക് അതൊഞ്ഞൊരാളും ചോദിക്കണില്ല. ആ സംശയത്തെ മനസ്സിലിങ്ങനെ വളർത്തി 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 അവസാനം ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോയിക്കോളാം. കാരണം പഠിക്കാൻ നമ്മൾ തയ്യാറാവാണ് എങ്കിൽ സത്യം പിൻപറ്റാനുള്ള തൗഫീക്ക് നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ്റെ ഒരു വാഗ്ദാനം സൂറത്തുൽ അൻകബൂത്തിൽ 69-ാമത്തെ വചനം അല്ലാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനാണ്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കാൻ ആര് തയ്യാറാകുന്നുവോ അവൻക്ക് നാം നമ്മുടെ പാതയെ കാണിച്ചു കൊടുക്കും, അതിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, സംശയം ഉണ്ടായാൽ അതിൻ്റെ ശരി അറിയാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കുക. അതറിയുന്നവരോട് ചോദിച്ച് അത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏത് കാലഘട്ടത്തിൽ ഇസ്ലാമിന് ശത്രുക്കളുണ്ട്? ആവിർഭാവ കാലഘട്ടം മുതൽ ഏത് കാലം എടുത്തു പരിശോധിക്കുമ്പോഴും ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്ന സംസാരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരുടെ സംസാര വൈഭവത്തിലോ അവരുടെ ആ വിഷയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കണമൊക്കെ കണ്ടു മയങ്ങി അതാണ് ശരി എന്നുള്ള നിലപാടിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ പലപ്പോഴും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കും എന്നുള്ള ഒരു ബോധ്യം ആദ്യമേ ഇത്തരം വിഷയങ്ങൾ സമീപിക്കും നമുക്ക് ഉണ്ടാവണം. എങ്കിലേ അത് പിന്നെ അതിന് ശരി എന്താണെന്ന് പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിക്കുള്ളൂ. മറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും അറിവുണ്ടാവുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ഒരു വ്യക്തി അറിവ് നേടിയെടുക്കണതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അതെനിക്കറിയൂല, അത് ഞാൻ പഠിക്കാൻ തയ്യാറാവണില്ല പറഞ്ഞ് മാറിക്കണത് ഒരിക്കലും ഇസ്ലാം പ്രേരിപ്പിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ സമൂഹത്തിലുണ്ടല്ലോ. ഇസ്ലാമിനെതിരെ വിമർശനങ്ങളുണ്ട്, യുക്തിവാദികളുടെ സംസാരങ്ങളുണ്ട്, നാസ്തികരുടെ സംസാരങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്കുണ്ടാവുന്ന നിലപാടെന്താ? ഇതിൻ്റെയൊക്കെ ശരി എന്താണെന്ന് പഠിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതെനിക്കറിയില്ല, അത് ഞാൻ പഠിക്കുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിക്കാതെ അത് പഠിച്ച് അതിൻ്റെ ശരി എന്താണെന്ന് പഠിക്കാനുള്ളൊരു സമയം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു രംഗത്ത് നമ്മൾ നമ്മുടെ സമയത്തെ ചെലവഴിക്കണമെന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്നാണ്, സംശയമുള്ളൊരു കാര്യം അതിൻ്റെ പിന്നാലെ അത് എന്താണെന്ന് തിരിയില്ല എങ്കിൽ, മനസ്സിലാകുകയില്ല എങ്കിൽ അതിൻ്റെ പിന്നാലെ പോവാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. നീന്തലറിയാത്ത ഒരാൾ കുളത്തേക്ക് എടുത്ത് ചാടി എങ്ങനെ ഉണ്ടാവും? പഠിക്കാലോ അയാൾക്ക് ആരും ഇല്ലാത്തൊരു നേരത്ത് കുളത്തേക്ക് എടുത്ത് ചാടി അപകടത്തിലേക്കല്ല ചാറിനെ. അപ്പോൾ ഇത്തരം ശുബഹത്തുകൾ മതരംഗത്ത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ആളുകൾ കൊണ്ടുവരുന്ന ഈ കാര്യങ്ങൾ പലപ്പോഴും മനുഷ്യരെ വഴി തെറ്റിക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ അതിന് ഇസ്ലാമിനെ കുറിച്ച് തന്നെ കൃത്യമായി പഠിച്ചിട്ടില്ല, നമ്മുടെ വിശ്വാസം എന്താണെന്ന് കൃത്യമായി പഠിക്കാതെ പിന്നെ അതിനൊക്കെ മറുപടി പറയാൻ പോയാൽ എന്താ ഉണ്ടാവുക? അതിന് പിന്നാലെ പോയാൽ നമ്മളും എല്ലാം അപകടത്തിൽ പെടും. അതുകൊണ്ട് ഇത്തരം ശുബഹത്തുകൾക്ക് പിന്നാലെ പോകുമ്പോൾ അടിസ്ഥാനം ആദ്യം പഠിച്ച് ഭദ്രമാക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് സൂറത്തുൽ അൻആമിലെ 68-ാമത്തെ വചനത്തിൽ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി. ആളുകൾ
നമ്മുടെ ദൃഷ്ടാന്തങ്ങൾക്ക് അതിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്ന, അതിനെതിരെ സന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്കൂട്ടം അവരുടെ സംസാരത്തിൽ നീ കണ്ടാൽ അതിൽ പോയിരിക്കണം എന്നല്ല അള്ളാഹ് പറയണത്. എന്താ പറഞ്ഞത്? ഫഅരിദ് അൻഹും, അവരങ്ങോട്ട് അവഗണിച്ച് കളയണം എന്നാണ്. ഒരു പറയണമെന്ന് കേട്ടോക്കാലോ, ശരിയാവും എന്നുള്ള നിലക്ക് കേൾക്കണം എന്നല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണം. അവർ മറ്റൊരു വിഷയം ചർച്ച ചെയ്യുന്നത് വരെ എന്ത് ചെയ്യരുത്, അതിൻ്റെ പിന്നാലെ പോകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കണം. എന്താ കാരണം? നമ്മുടെ കയ്യിൽ മറുപടി കൊടുക്കാളില്ല, നമ്മുടെ ആശയത്തെക്കുറിച്ച് നമ്മൾ ശക്തമായി പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിച്ച ആ വിഷയം ശരിക്കും മനസ്സിലാക്കി തീരുന്നത് വരെ ഇത്തരം സംശയങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം, അതിനെ ശരിപ്പെടുത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവും. വിശ്വാസം കൃത്യമായി പഠിക്കാതെ മുന്നോട്ട് പോയാൽ പല പിഴവുകളിലും നമ്മൾ പെടുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധി നൽകിയത് നമ്മൾക്ക് പര്യാപ്തമായ കാര്യങ്ങളെ മനസ്സിലാക്കാനാണ്, നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനാണ്. ഒരിക്കലും നമ്മുടെ ബുദ്ധിക്കപ്പുറം നമ്മുടെ പരിമിതമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവുകൾ, അതിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതിനും അപ്പുറമുള്ളൊരു കാര്യത്തിൻ്റെ പിന്നാലെ പോകാൻ ഒരിക്കലും അത് എന്ത് ചെയ്യണില്ല, നമ്മൾ ആവശ്യപ്പെടുന്നില്ല. സ്വർഗമുണ്ടോ നരകമുണ്ടോ അതിൻ്റെ ബുദ്ധിക്ക് യോജിക്കണില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മളുടെ മുന്നിലുള്ള കാര്യമല്ലല്ലോ. അപ്പം അത്തരം കാര്യങ്ങളുടെ പിന്നാലെ ബുദ്ധി, എല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട്ടാലേ ഞാൻ സ്വീകരിക്കൂ എന്ന് പറയുന്നൊരു അതിര് കവിഞ്ഞ വാദം, അതെപ്പോഴും വഴികേടിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബുദ്ധിയല്ല അടിസ്ഥാനം, അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് തന്നെ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിയായ ബുദ്ധി ഒരിക്കലും സ്ഥിരപ്പെട്ട തെളിവിനെതിരാവില്ല. ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ഒരു കാര്യത്തിന് എതിരായിരിക്കില്ല ഒരിക്കലും തെളിഞ്ഞ ബുദ്ധി. ബുദ്ധിക്കൊന്നും യോജിക്കാത്ത കാര്യമായിരിക്കില്ല ഒരിക്കലും ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അപ്പോൾ ബുദ്ധിക്കെതിരായ കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല, എപ്പോഴും ശരിയായ ബുദ്ധിയോട് യോജിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിൽ എന്നുള്ളൂ, ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളിലുള്ളൂ എന്നതും അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ചില ആളുകൾ കരുതാറുണ്ട് നമ്മുടെ വിശ്വാസം ശരിയാവണമെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ശരിയല്ലാത്ത വിശ്വാസങ്ങളെക്കുറിച്ചും പഠിച്ച് അതിന് മറുപടി അറിയണം, എന്നാലേ നമ്മുടെ വിശ്വാസം ശരിയാവുമെന്ന് ചില ആളുകൾ മനസ്സിലാക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏറ്റവും ചുരുങ്ങി നമുക്ക് ഉണ്ടാവണം എന്താ അറിയോ, നമ്മളുള്ള ശരിയായ ഇസ്ലാമിക പാത അതെന്താന്ന് മനസ്സിലാക്കുക, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമുക്കുണ്ടാവുക. അതുണ്ടായതിൻ്റെ ശേഷമാണ് ബാക്കി. അപ്പോൾ എനിക്ക് ചില വിഷയങ്ങൾ അറിയില്ല എന്നത് ഞാൻ സത്യത്തിൻ്റെ പാതയിലല്ല എന്നതിന് തെളിവല്ല. കാരണം സത്യം എന്താണ് എന്നത് മനസ്സിലാക്കി അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, അതിനുവേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അതിനുള്ള പഠനങ്ങൾ നടത്താനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ സത്യം മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. എല്ലാ ബാത്തിലുകളും, ലോകത്തുള്ള എല്ലാ അസത്യമായ കാര്യങ്ങളും അതിൻ്റെ ഓരോ വിശദാംശങ്ങളും പഠിക്കണമെന്നുള്ളത് അത്ര പ്രധാനപ്പെട്ടതല്ല. അതിൻ്റെ പിന്നാലെ പോയി സത്യം പോലും മനസ്സിലാക്കാത്തൊരു സാഹചര്യം ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വഴികേടിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന, വഴി പിഴച്ചു പോകരുതെന്ന് സ്വപ്നം കാണുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. മരണം വരെ ദീനിൽ നിലനിന്ന് പരലോകത്ത് മുസ്ലിമായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. യൂസുഫിനെ ഇവിടെ പ്രാർത്ഥന അതിലെ തവഫനി മുസ്ലിമ, അള്ളാഹുവെ മുസ്ലിമായിട്ട് എന്ത് ചെയ്യണം, എന്നെ മരിപ്പിക്കണം, ഇതൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതിനുള്ള വഴി എന്താ? ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ, മുൻഗാമികളായ സച്ചരിതരായ സ്വാലിഹീങ്ങളായ നമ്മുടെ മുൻഗാമികൾ അവർ ജീവിച്ച ശരിയായ പാതയിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ മനഹജു സലഫ് എന്നൊക്കെ വിളിക്കുന്നത്. ആ പാതയിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ, ഹദീസിൽ ഇന്നൊരു ഹദീസ് ഉണ്ടല്ലോ, ശരി, അതിനെ സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയത്, അതിനെ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയത്, ആ രൂപത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ, ശരി, സലഫുസാലിങ്ങൾ എങ്ങനെ അതിനെ വിശദീകരിച്ചു തന്നത്, ആ രൂപത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു എന്ന രൂപത്തിൽ ആ വിഷയത്തെ, ഏതൊരു വിഷയത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ വഴികേടിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, പ്രത്യേകിച്ചും ഒരു ആധുനിക കാലഘട്ടത്തിൽ പല വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതൊക്കെ കേൾക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മനഃപൂർവ്വമല്ലാതെയും പലതും നമ്മൾ കേൾക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആദ്യ ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഏത് സംസാരിക്കുന്ന ആളുകൾ അവരുടെ വാദങ്ങൾ ഉന്നയിക്കാൻ പല രൂപത്തിലുള്ള ഫാലസുകൾ ഉപയോഗിക്കുന്നുണ്ട്. പല രൂപത്തിൽ അവരുടെ വാദങ്ങളെ സമർത്ഥിക്കാൻ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ തെറ്റായ മാർഗങ്ങളുടെ അതിങ്ങനെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ശരിയാണെന്നുള്ള വാദം നമ്മളൊരിക്കലും ഉണ്ടാവരുത്. അങ്ങനെ ഇട്ട് അവരുപയോഗിക്കുന്ന ഫാലസികൾ നമ്മളിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മറ്റൊന്ന് നമ്മൾ പറഞ്ഞത്, ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു 20 പോയിന്റുകൾ. അതായത് എന്താണ്, സത്യം ഒന്നേ ഉണ്ടാവൂ എന്നിങ്ങനെ തുടങ്ങുന്ന എല്ലാ കാര്യവും എൻ്റെ ബുദ്ധി കൊണ്ട് തെളിഞ്ഞതേ ഞാൻ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് തുടങ്ങുന്ന ഒരു 20 കാര്യം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. അവസാനമായി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വഴി പിഴക്കാതിരിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഒരു ചുരുക്കം എല്ലാ സമയത്തും അള്ളാഹുവോട് ഹിദായത്തിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഒന്ന്, ഹിദായത്തിന് തെറ്റിപ്പോവാതിരിക്കാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതല്ലേ ഒരു മുസ്ലിമായ വ്യക്തി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥം വരുന്നത്, അള്ളാഹുവേ ഈ ശരിയായ പാതയിൽ നിന്ന് എന്നെ വഴി തെറ്റാതെ നിലനിർത്തണം എന്നാണല്ലോ ആ പ്രാർത്ഥനയുടെ സാരം. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിച്ച് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അള്ളാഹുവേ ശരിയായ പാതയിൽ എന്നെ നിലനിർത്തണം എന്ന പ്രാർത്ഥന. വിശ്വാസികളുടെ പ്രാർത്ഥനയായി, ബുദ്ധിയുള്ള ആളുകളുടെ പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മൻ തുടങ്ങുന്ന പ്രാർത്ഥന. അള്ളാഹുവേ സത്യം മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് വഴി പിഴച്ചു പോകുന്നൊരു സാഹചര്യം എനിക്കുണ്ടാവരുത് എന്നുള്ളത്. ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം. അതുപോലെ അത് പഠിക്കാനും അതിൻ്റെ വക്താവായി ജീവിക്കാനും നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യും, നമുക്ക് ശരിയായ പാതകൾ തുറന്നു കാണിച്ചു തരും, ജീവിതം എളുപ്പമാക്കി തരും, മരണം വരെ ഇസ്ലാമിൽ നിലനിൽക്കാൻ ഉള്ള തൗഫീക്ക് നമുക്ക് തരും. അതല്ലാതെ ദേഹച്ചകൾക്ക് പിന്നാലെ നമ്മൾ പോയാൽ ചില സമയത്തെങ്കിലും ആദർശം തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ശരിയായ ആദർശത്തിൽ നിലനിൽക്കാനും ചിന്താരംഗത്തും മറ്റും സംഭവിക്കുന്ന അപജയങ്ങൾക്ക് പിന്നാലെ ജീവിതത്തെ തിരിച്ചുവിട്ട് വഴികളിൽ അകപ്പെടാതിരിക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.